വെൽക്കം ടു പ്ലാനറ്റ് എർത്ത്. ഈ മദർ പ്ലാനറ്റിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് വണ്ടേഴ്സ് ഓഫ് നേച്ചർ. പക്ഷേ ഈയിടെയായിട്ട് എല്ലാം തകരാറിലാണ്. ക്ലൈമറ്റ് ചേഞ്ച്, മെൽറ്റിംഗ് ഗ്ലേഷ്യസ്, ജംഗിൾ ഫയർ. പക്ഷേ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ട്. ഇതിന് പരിഹാരം കണ്ടെത്തുന്നത് വരാൻ പോകുന്ന നമ്മുടെ അടുത്ത തലമുറയാണ്. നമ്മുടെ ഈ ഹീറോസുമായി സംവദിക്കാനെത്തുന്നു എന്റെ പ്രിയ സുഹൃത്ത്, ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെയും ഹോസ്റ്റ് ഋത്വിക് ധഞ്ചാനി. ഹലോ എവരിബഡി, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? വാവ്, കൊള്ളാം, അടിപൊളി. ഓക്കെ, അപ്പോ കൂട്ടുകാരെ, നമുക്കിന്ന് തുടങ്ങിയാലോ? ഞാൻ നിങ്ങളുടെ ഋത്വിക് ഏട്ടൻ ജൂനിയേഴ്സിനെ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കും. അവരുടെ അച്ഛനും അമ്മയ്ക്കും ഒരു സല്യൂട്ട്. അതുപോലെ മാമനും മാമിക്കും മുത്തശ്ശനും മുത്തശ്ശിക്കും എന്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഇതാണ് ഫെവി ക്രിയേറ്റ് ഐഡിയ ലാബ്സ് പാർട്ട്നർഡ് ബൈ സോണി എ. ഇവിടെ സയൻസിന്റെയും ആർട്സിന്റെയും കളേഴ്സ് നമ്മുടെ ക്രിയേറ്റിവിറ്റി സ്പ്രേ ഗണ്ണിൽ ഫിൽ ചെയ്ത് നമ്മുടെ ബ്രില്യന്റ് ആയ കുട്ടികൾ ലോകത്തിലുള്ള വലിയ പ്രശ്നങ്ങളുടെ സിമ്പിൾ സൊല്യൂഷൻസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കും. അവരുടെ ഇമാജിനേഷനും കൈയുടെ മാന്ത്രികതയും പിന്നെ ഫെവി ക്രിയേറ്റിന്റെ അസാധ്യ റേഞ്ചിലുള്ള പ്രോഡക്ട്സും കൊണ്ട്. ഇന്നത്തെ ഷോയിൽ പങ്കെടുക്കുന്നത് ഐൻസ്റ്റൈൻ, പിന്നെ ന്യൂട്ടനും, ബാങ്കോക്ക്, പിന്നെ ഹുസൈൻസും. അവർ ഇന്ന് നമ്മോട് പങ്കുവെക്കുന്നത് വ്യത്യസ്തമായി ചിന്തിക്കുന്നവർ ചെറിയ പ്രായത്തിൽ തന്നെ അവരുടേതായ പാത കണ്ടെത്തുമെന്നാണ്. നമ്മൾ അവരെ സ്നേഹപൂർവ്വം ലിറ്റിൽ സയന്റിസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോ ഇന്ന് ആദ്യമായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ ലിറ്റിൽ സയന്റിസ്റ്റുകളെയാണ്. വരൂ, വളരെ വ്യത്യസ്തമായ ജോലി ചെയ്യുന്ന അവരെ നമുക്ക് പരിചയപ്പെടാം. ആദ്യമായി ഇവിടെ വരാൻ പോകുന്നത് കടലിനുള്ളിൽ മാത്രം സമാധാനം കിട്ടുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. വിളിക്കട്ടെ. സമുദ്രത്തിനുള്ളിൽ മാത്രം സമാധാനം കിട്ടുന്നു എന്ന് പറയുന്നവർ. ലെറ്റ്സ് വെൽക്കം അവർ സ്കൂബ ഇൻസ്ട്രക്ടർ, മറൈൻ ബയോളജിസ്റ്റ് നയൻതാര ജെയിൻ. Hello lady. Welcome, welcome, welcome. How do you feel being here? I'm really excited. പിന്നെ I can't wait to meet the children and അവരുടെ ഐഡിയാസ് പുതുമയുള്ളതാണ്. അവരുടെ പുഞ്ചിരിയും വളരെ മനോഹരമായിട്ടുള്ളതാണ്. And I'm really excited to see them and what they're going to do. Absolutely, yeah. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, താങ്കളും സമുദ്രവും തമ്മിലുള്ള ബന്ധം എന്താണ്? I think ഞാൻ സമുദ്രത്തിന് എന്തുമാത്രം കെയറാണോ കൊടുക്കുന്നത്, അതുപോലെ തന്നെ അത് തിരിച്ചും കെയർ ചെയ്യാറുണ്ട്. എന്റെ അമ്മ കെയർ ചെയ്യുന്നത് പോലെ തന്നെ ഞാൻ ഒരുപാട് സമയം അവിടെ ചെലവഴിക്കാറുണ്ട്. അത്രയ്ക്കും എനിക്ക് സ്നേഹമാണ്. ഓക്കെ, നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു വിശിഷ്ട വ്യക്തി നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യും. നമ്മുടെ അടുത്ത ജഡ്ജ് ഒരു എക്സലന്റ് ആക്ടറാണ്, എക്സലന്റ് ഹോസ്റ്റ് ആണ്, ഒരു സൂപ്പർ മോമാണ്. അവർക്ക് ആർട്സിനോടും ക്രാഫ്റ്റിനോടും അഗാധമായ ബന്ധമുണ്ട്. അവരുടെ പാഷനും അവരുടെ പോസിറ്റിവിറ്റിയും കൊണ്ട് ഒരുപാട് ആളുകളുടെ ഹൃദയങ്ങളിൽ ഇതിനോടകം തന്നെ അവർ ഇടം നേടിക്കഴിഞ്ഞു. ഒരുപാട് ആളുകളുടെ ഹൃദയങ്ങളിൽ ഇടം നേടിക്കഴിഞ്ഞ വ്യക്തി, പ്ലീസ് വെൽക്കം മന്ദിര ബേദി. Hey Mandy, how are you my lady? Welcome, 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 welcome. Nice. നിങ്ങളൊരു ആർട്ടിസ്റ്റ് അല്ലേ? ആർട്സിനെയും ക്രാഫ്റ്റിനെയും കുറിച്ച് എന്താ പറയാനുള്ളത്? എനിക്ക് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് എത്രത്തോളം ഇഷ്ടമുണ്ടെന്ന് യു ഹാവ് നോ ഐഡിയ. ഒരു സ്റ്റേഷനറി കട പോലും എനിക്ക് വളരെ മനോഹരമായി തോന്നും. നിങ്ങൾക്കറിയാമോ എന്റെ വീട്ടിൽ തന്നെ എത്രത്തോളം സ്റ്റേഷനറി അറകളുണ്ടെന്ന്? പിന്നെ എന്റെ കുട്ടികളുടെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ വരുമ്പോ കണ്ണുകെട്ടി കഴുതിക്ക് വാല് വെക്കുന്ന കളിയില്ലേ, അത് ഞാൻ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ദാറ്റ്സ് വണ്ടർഫുൾ. നിങ്ങൾ രണ്ടുപേരും ഈ ഷോ ജഡ്ജ് ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇവർക്ക് വേണ്ടി ഒന്നുകൂടി കൈയടിക്കൂ ഗൈസ്. അപ്പോ നമുക്ക് ഹണി, ഹലോ ബണി. അപ്പൊ എല്ലാരും നമ്മുടെ ഹണിക്കും ബണിക്കും ഒരു കൈയടി കൊടുത്തേ. ഹണി, എന്താ എന്ത് ഒന്നുകൂടെ പറഞ്ഞേ. ഓ, യു മീൻ ലിറ്റിൽ സയന്റിസ്റ്റ്.
ലിറ്റിൽ സയന്റിസ്റ്റ്. നമ്മുടെ ലിറ്റിൽ സയന്റിസ്റ്റ് റെഡിയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാവോ? പ്ലീസ് അവരെ ഒന്ന് കൂട്ടിക്കൊണ്ടുവരാവോ? പോവില്ലേ? അപ്പൊ ഹണിക്കും പണിക്കും വേണ്ടി നല്ലൊരു കൈയടി. താങ്ക് യു. ഒരു നേഷൻ വൈഡ് ഹണ്ടിന് ശേഷം അതും 800-ലധികം സ്കൂളുകളിൽ നിന്ന് അതിൽ നിന്ന് 2.4 ലാക്ക് എൻട്രീസ്. അതെ, 2.4 ലാക്ക് എൻട്രിയിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചത് നമ്മുടെ ടോപ്പ് 6 ഫൈനലിസ്റ്റുകളെയാണ്. ഫ്രം ഗ്രേഡ് 1 ടു ഗ്രേഡ് 4 അവരാണ് നമ്മുടെ ലിറ്റിൽ സയന്റിസ്റ്റ്. ഹലോ. ഔട്ട്. വൺ മോർ. ഓക്കെ. അപ്പൊ ഇവരാണ് നമ്മുടെ ലിറ്റിൽ സയന്റിസ്റ്റ്. നമ്മുടെ ലിറ്റിൽ സയന്റിസ്റ്റിന് വേണ്ടി നല്ലൊരു കൈ കൊടുത്തേ എല്ലാവരും. നമ്മുടെ ഇന്നത്തെ ഫൈനലിസ്റ്റുകളാണ് ആകാംക്ഷ ടണ്ടൻ, ഏജ് 8, അവർ ലേഡി ക്യൂൻ ഓഫ് ദ മിഷൻ സ്കൂൾ, കൊൽക്കത്ത. സാദ് യാക്വിൻ, ഏജ് 9, GD മദർ ഇന്റർനാഷണൽ സ്കൂൾ, മുസഫർപൂർ. സിദ്ധി മനോജ് മേശ്രം, ഏജ് 9, ഭാവൻസ് BP വിദ്യാമന്ദിർ, നാഗ്പൂർ. തോമസ് മാത്യു, ഏജ് 10, രാജഗിരി പബ്ലിക് സ്കൂൾ, കൊച്ചി. വൈഷ്ണവി പ്രകാശ് ബരാവലിയ, ഏജ് 8, PVT വനിതാ വിശ്രാം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, സൂററ്റ്. യഗ്വീര ഗുപ്തെ, ഏജ് 10, ദി എമറാൾഡ് ഹൈറ്റ്സ് ഇന്റർനാഷണൽ സ്കൂൾ, ഇൻഡോർ. അപ്പോ നമുക്ക് കൂട്ടുകാരുണ്ടായിരിക്കണം, ഹണിയെയും ബനിയെയും പോലെയുള്ളവർ. അവരെന്നോട് പറയുകയായിരുന്നു, ഈ കൂട്ടത്തിൽ ഒരു കുട്ടിയുണ്ട്, നല്ലൊരു ആക്ടറാണ്, നല്ലൊരു ഡാൻസറാണ്, ക്ലാസ്സിലെ ടോപ്പറുമാണ്. ഇതിനെല്ലാം പുറമെ ആർട്സിലും ക്രാഫ്റ്റിലും ആ കുട്ടി വളരെയധികം വിജയങ്ങൾ കരസ്ഥമാക്കിയിട്ടുമുണ്ട്. അപ്പൊ ആ കുട്ടി വേഗം ഒന്ന് മുന്നിലേക്ക് വന്നേ. ഞാൻ തന്നെയാ. ആരാ? ഞാൻ തന്നെയാ. അപ്പൊ എല്ലാവരും ആദ്യം നമ്മുടെ ആകാംക്ഷയ്ക്ക് വേണ്ടി നല്ലൊരു കൈയടി കൊടുത്തേ. ഈ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ഉണ്ടല്ലോ, അത് മോളെ ആരെങ്കിലും പഠിപ്പിച്ചതാണോ അതോ വീട്ടിൽ ആരെങ്കിലും ചെയ്യുന്നത് കണ്ടുപഠിച്ചതാണോ, എങ്ങനെയാ? ഞാൻ കുഞ്ഞായിരുന്നപ്പോ തന്നെ അച്ഛന്റെ സ്കൂളിൽ നിന്ന് കുറെ പ്രോജക്ട്സ് തരുമായിരുന്നു. അതൊക്കെ അമ്മയായിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെയാണ് ഞാൻ കുറച്ചൊക്കെ പഠിച്ചത്. അതായത് മോള് കുഞ്ഞായിരുന്നപ്പോഴേ? അതെ. നൈസ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. ഒരുപാട് കാലങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് അല്ലേ? ഇപ്പൊ ഒരുപാട് വലുതായില്ലേ? ഓ സോ ക്യൂട്ട്. എല്ലാവരും ഒന്നുകൂടെ നന്നായിട്ട് കൈയടിച്ചേ. ഞാനൊരു കാര്യം കേട്ടിട്ടുണ്ട്, മോളും മോളുടെ പപ്പയും ഒരേ സ്കൂളിലാണ് പോകുന്നതെന്ന്. അതെങ്ങനെ ശരിയാവും? മോൾ ഏത് ക്ലാസ്സിലാ? 3rd. അപ്പൊ പപ്പ ഏത് ക്ലാസ്സിലാ? 11th. പപ്പ 11th ക്ലാസ്സിലോ? അതെങ്ങനെ? അച്ഛൻ പഠിപ്പിക്കും, ഞാൻ പഠിക്കും. വൈഷ്ണവി, കൺഗ്രാറ്റുലേഷൻസ് ഓൺ ബീങ് ദ ഫൈനലിസ്റ്റ് ഹിയർ. എന്നോട് പറഞ്ഞേ, മോൾ കോമ്പറ്റീഷന് റെഡിയാണോ? യെസ്. ജയിക്കുന്ന് ഉറപ്പാണോ? യെസ്. യെസ്. ശരിക്കും? യെസ്. സോ ക്യൂട്ട്. എല്ലാവരും നല്ലൊരു കൈ കൊടുത്തേ. കമോൺ. ഓക്കെ. അപ്പോ സിദ്ധി, മോക്ക് എന്താണ് കൂടുതൽ ഇഷ്ടം? മോക്ക് ടെലസ്കോപ്പ് ഇഷ്ടമാണ്, മൈക്രോ ടെലസ്കോപ്പ് ഇഷ്ടമാണോ? അതെ. ആകാശത്തില് മോൾ എന്തൊക്കെയാ കണ്ടിട്ടുള്ളത്? ഞാന് ജൂപ്പിറ്റർ, സാറ്റേൺ, മൂൺ. മോൾ എപ്പോഴെങ്കിലും മോളില് എന്നെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇല്ല? ഇല്ല. ശരി. ശരിക്കും മോൾ എക്സൈറ്റഡ് ആണോ? യെസ്. 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 ഓക്കെ. ശരി. അപ്പൊ മോന് ചെസ് ഇഷ്ടമാണ്? അതെ. മോന്റെ ഫേവറേറ്റ് ചെസ് പ്ലെയർ ആരാ? ഗുഗേഷ്. ഗുഗേഷ്? ഓഫ് കോഴ്സ്. തോമസിന് എന്താ ഇഷ്ടമെന്നറിയോ? ചപ്പാത്തി. ഇന്ന് മോൻ ജയിക്കുകയാണെങ്കിൽ 1 വർഷത്തേക്ക് ഞങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കി തരും. സാദ്, എന്നോട് പറഞ്ഞേ, ആളുകൾ മോന്റെ അടുത്ത് വന്ന് ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ടോ? ശരിക്കും? ക്ലാസ്സിൽ എങ്ങനെയാ കയറുന്നേ? കാലുകൊണ്ട്. ക്ലാസ്സിൽ എങ്ങനെയാ കയറുന്നതെന്ന് വെച്ചപ്പോ കാലുകൊണ്ടത്. ഓൾറൈറ്റ്. അപ്പൊ നമ്മുടെ 6 ഫൈനലിസ്റ്റുകൾക്ക് വേണ്ടി നല്ലൊരു കൈയടി കൊടുത്തേ. അപ്പൊ മത്സരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ജഡ്ജസ് പ്ലീസ് ടെൽ us, ഇന്ന് നമ്മളുടെ കുട്ടികളുടെ ചാലഞ്ച് എന്താണ്? So, challenge for the little scientist today is changing season. Use your imagination to show the magic of the seasons come to life. അപ്പൊ ഇന്നത്തെ നിങ്ങളുടെ ഈ ചാലഞ്ചിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ഋത്വികേട്ടന്റെ വകയായിട്ട് നിങ്ങൾക്കൊരു സീക്രട്ട് ഗിഫ്റ്റ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഇന്നത്തെ ഈ കോമ്പറ്റീഷനിൽ വളരെ ഉപകാരപ്പെടും. നിങ്ങൾ റെഡിയാണോ? യെസ്. യു റെഡി? ഓക്കെ. ഈ കാർഡ് കാണുന്നുണ്ടോ? 4 വശത്തും. ഈ കാട്ടില് ഒരു നിധിയുണ്ട്. ഇതില് നമ്മുടെ അടുത്ത് ഒരു സീക്രട്ട് ക്രാഫ്റ്റ് സോണും ഉണ്ട്.
എങ്ങനെയുണ്ട്? ക്രാഫ്റ്റ് സോൺ എത്ര ക്യൂട്ടും മനോഹരമാണ്. എനിക്കത് കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടു. ഇത്രയേറെ ക്രാഫ്റ്റ്സും പ്രോഡക്ട്സോ, വാവ്, ഞാൻ ഇതെല്ലാം ഉപയോഗിക്കാൻ പോവാ. ഫെവി ക്രിയേറ്റിന്റെ ഉദ്ദേശം ക്ലിയർ ആണ്, ലേണിംഗ് ബൈ ഡൂയിങ്. അതുകൊണ്ടാണ് 15,000 സ്കൂൾസും 2 മില്യൺ ടീച്ചേഴ്സും പിന്നെ സ്റ്റുഡൻസും ഫെവി ക്രിയേറ്റിൽ വിശ്വാസം അർപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ആർട്ട് ഇന്റഗ്രേറ്റഡ് ലേണിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഇതിലൂടെ അവരുടെ ഉള്ളിലെ ആർട്ടിസ്റ്റിനെ കണ്ടെത്താനാവുന്നു. ഇത് സാധ്യമാകുന്നത് ഫെവി ക്രിയേറ്റിന്റെ വിവിധതരം പ്രോഡക്ട്സുകൾ കൊണ്ടാണ്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ മാസ്റ്റർ പീസ് തയ്യാറാക്കാനായി കിട്ടുന്നത് 90 മിനിറ്റ് ആണ്, അതായത് 1.5 hour. ഇതിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാനായി സാധിക്കുന്നത് ബേസിക് സ്റ്റേഷനറി, ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സ്, പിന്നെ ഫെവി ക്രിയേറ്റിന്റെ നിരവധിയായ പ്രോഡക്റ്റുകളിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതും. നമ്മുടെ ജഡ്ജസ് നിങ്ങൾക്ക് സ്കോറുകൾ തരും, എന്നിട്ട് 3 പേരെ വിജയികളായി പ്രഖ്യാപിക്കും. റൈറ്റ്? ജഡ്ജിങ്ങിന്റെ മാനദണ്ഡങ്ങളും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഒന്നാമതായിട്ട് ഐഡിയ. നിങ്ങളുടെ ഐഡിയ എത്ര യുണീക്കാണെന്ന്. നമ്പർ 2, ക്രിയേറ്റീവ് യൂസ് ഓഫ് മെറ്റീരിയൽസ്, അതായത് നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട് അത് നിങ്ങൾ എങ്ങനെയെല്ലാം ഉപയോഗിക്കുന്നുവെന്ന്. ആൻഡ് നമ്പർ 3, ഫൈനൽ പ്രസന്റേഷൻ. ക്ലിയർ? ആർ വി റെഡി? യെസ്. ഓക്കെ, ഗെറ്റ് സെറ്റ് ആൻഡ് Go! ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുകയേ ചെയ്യരുത്. ഓ വാവ്, മോളുടെ പ്രോജക്റ്റിനെ കുറിച്ച് എന്ത് ചെയ്യാൻ ആലോചിക്കുന്നേ? ഈ ബോട്ടിലിന്റെ 4 വശവും സീസൺസ് കാണിക്കുന്നു. ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ 4 വശവും, ഇത് മദർ എർത്ത് ആണ്, ഇത് 4 സീസൺസിനെ കൺട്രോൾ ചെയ്യുന്നു. പിന്നെ ഇതിന്റെ അകത്തൊരു ചെടിയും ഉണ്ട്. ദാറ്റ്സ് ഓൾ. വാവ്, ഇതിന്റെ അകത്ത് ചെടിയും വയ്ക്കോ? വെരി നൈസ്. വെരി നൈസ്. ഹൗ ഡു യു തിങ്ക് ഓഫ് ദിസ് ഐഡിയ? ഞാൻ മൗണ്ട് ഫ്യൂജി കണ്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു അതുണ്ടാക്കാന്ന്. കാരണം അത് 4 സീസൺ നന്നായി കാണിക്കുന്നുണ്ട്. ഓ, അത് കൊള്ളാലോ. ആകാംക്ഷ എന്താ ചെയ്യുന്നേ? ഐ ആം മേക്കിംഗ് 4 സീസൺസ്. അപ്പോ 4 സീസൺസ് ഞങ്ങളെ കാണിക്കാൻ പോവാണ് ഈ 3D മോഡലിലൂടെ. ഹായ് സാർ. ഹായ്. എന്താണ് മോന്റെ ഈ ഐഡിയ? എർത്തിൽ എപ്പോഴൊക്കെ സീസൺസ് മാറുമ്പോഴുണ്ടല്ലോ, അപ്പൊ എർത്തിനുള്ളിൽ തന്നെ കുറെ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇവിടെ നോക്കിയാ ടൈം, പിന്നെ ഇവിടെ നോക്കിയാ നല്ല ബ്രൈറ്റ് ആയിരിക്കും. വാവ്, മോന്റെ പെയിന്റിംഗ് ഉണ്ടല്ലോ വളരെ നീറ്റും ഭംഗിയുള്ളതുമാണ്. മോൻ കറക്റ്റ് ടൈമിലാ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. ഓരോ കമ്പാർട്ട്മെന്റിലും എന്തൊക്കെയാ കാണിക്കാൻ പോകുന്നത്? റെയിനി സീസൺ, സ്പ്രിംഗ് സീസൺ, സമ്മർ സീസൺ, വിന്റർ സീസൺ. ഇത് കംപ്ലീറ്റ് ആവുമ്പോ എങ്ങനെയുണ്ടെന്ന് കാണാൻ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. ഓ, ഇത് അംബ്രella ആണ്. റെയിനി സീസണിന് വേണ്ടിയല്ലേ? മനോഹരമായിട്ടുണ്ട്. എക്ബീറ, എന്താ ഉണ്ടാക്കുന്നേ? ഞാന് മാജിക്കൽ സീസൺസാ ഉണ്ടാക്കുന്നത്. മാജിക് ഓഫ് സീസൺസ്. ഈ ഓരോരോ കളറുകളും ഓരോരോ സീസൺസിനെ റെപ്രസെന്റ് ചെയ്യുകയാണോ? ഓൾ ദി ബെസ്റ്റ് ഫോർ ദ റെസ്റ്റ് ഓഫ് ദ പ്രോജക്റ്റ്. താങ്ക് യു. ഇവർക്ക് കൊടുത്തിരിക്കുന്ന സമയം ഏകദേശം അവസാനിക്കാൻ പോവുകയാണ്. എവിടെ എത്തി? എന്തായി? ഓൾമോസ്റ്റ് കംപ്ലീറ്റ്. മോളുടെ പ്രസന്റേഷന്റെ കാര്യത്തിനെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇറ്റ്സ് സോ ഡിഫറെന്റ്. താങ്ക് യു മാം. വളരെ നല്ല പ്രസന്റേഷൻ ആയിരുന്നു. താങ്ക് യു. I think in terms of art, it looks like a work of art. തീർച്ചയായും. പിന്നെ ഇവിടെ ഒരു ഐസ് സ്റ്റൂപ്പ് ഉണ്ട്. ഇത് ലഡാക്കിലെ വെള്ളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഴ്സ് ആണ്. ഇനി അവസാനമായി ബാക്കിയുള്ളത് 2 മിനിറ്റാണ്. Oh! Use of materials, ഫാന്റാസ്റ്റിക്. outstanding. ഇതിന്റെ കൺസെപ്റ്റ് തന്നെ വളരെ വ്യത്യസ്തമായിരുന്നു. So the winner is